ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 5 റെസിപ്പീസ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുവാണ്. അതായത് ഈ ആഴ്ചത്തെ മീൽ പ്ലാനിങ്ങിലേക്ക് ഞാൻ റെഡിയാക്കിയ 2 കൂട്ടം അച്ചാറുകളും അതുപോലെ തന്നെ 3 തരം ചമ്മന്തിപ്പൊടികളും ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാർ, അതായത് നാരങ്ങയും ചേർത്തിട്ടുള്ള അടിപൊളി അച്ചാറാണ്. നാരങ്ങയ്ക്ക് ഓൾറെഡി നല്ല കയ്പ്പാണല്ലോ, അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ടാണ് ഈന്തപ്പഴവും കൂടെ ചേർക്കുന്നത്. പക്ഷേ ഈ അച്ചാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. കുറച്ച് ദിവസം ഇരിക്കണമെന്ന് മാത്രം. അപ്പം ഞാൻ ഒരു നാരങ്ങ ഒരു 8 കഷ്ണങ്ങളായിട്ട് ചെറുതാക്കി ഇവിടെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിത്തിരി കൂടിപ്പോയി എന്ന് വിചാരിക്കേണ്ട, അത്ര ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് ഇളക്കി മാറ്റി വെക്കുവാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴം ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട്, ഒത്തിരി ചെറുതാക്കണ്ട, കാരണം ഇത് അലിഞ്ഞ് ചേർന്നോളും. അപ്പം ഇതുപോലെ ഒരെണ്ണം 4 കഷ്ണങ്ങളായിട്ട് കീറിയെടുത്ത് അതും മാറ്റി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇപ്പം മാത്രം നമ്മൾ വിനാഗിരി ചേർക്കുന്നുള്ളൂ, വേറെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ലേ. അതൊന്ന് കുതിർന്ന് വരാനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നമ്മൾ മാറ്റി വെക്കുവാണേ. ഇതുപോലെ ഉപ്പ് ചേർത്ത് ഇളക്കിയ നാരങ്ങയും അതുപോലെ തന്നെ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ ഈന്തപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റായി വരത്തുള്ളൂ. പിന്നീട് നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത അളവനുസരിച്ച്, ഞാനിപ്പോൾ ഇത്രയും എടുത്തിരിക്കുന്നത് 2 അച്ചാറുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ പകുതി വീതമേ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അച്ചാർ റെഡിയാക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെക്കുക. നോൺ സ്റ്റിക്കോ നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടായി കഴിയുമ്പോൾ നല്ലെണ്ണയാണ് ഇടുന്നത്. അച്ചാർ എപ്പോഴും കേടാവാതെ കുറച്ച് നാൾ ഇരിക്കാനായിട്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ലെണ്ണയ്ക്കാണ്, നല്ലെണ്ണയിൽ അച്ചാർ ഇടുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം 1 ടീസ്പൂൺ കടുക്, അതിൻ്റെ ഒപ്പം തന്നെ ഉലുവ രണ്ടും ഇട്ട് മൂത്ത് വരുമ്പോൾ, ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരിഞ്ഞത് ചേർത്തൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൂടുതൽ എടുക്കണം. അതിനിപ്പുറം അത് മൂത്ത് വന്നോളും. പിന്നെ അതിലേക്ക് നമ്മളൊരു 5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ ഒപ്പം തന്നെ 2 സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മൊത്തം കാശ്മീരി മുളക് പൊടിയാണ് സാധാരണ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം തട്ടിപ്പുത്തി വെക്കുക. നാരങ്ങയും കൂടി ഇട്ട് ഇളക്കി കുറച്ച് നേരം മൂടി വെക്കുക. വെള്ളം ഒന്നും ഒഴിക്കരുത്. നാരങ്ങ ഒരു 3-4 മിനിറ്റ് ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഈന്തപ്പഴവും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റും കൂടെ തട്ടിപ്പുത്തി വെച്ച് അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഈന്തപ്പഴം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വേവിക്കാൻ പാടില്ലേ. ഓക്കെ, അതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടേസ്റ്റ്, ഉപ്പും പുളിയും മധുരവും എല്ലാം ഒന്ന് ബാലൻസായി പോകാനായിട്ട് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ക്യാരറ്റ് മാങ്ങ അച്ചാറാണ്. അപ്പം ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മാങ്ങയും അരിഞ്ഞെടുക്കുക. ഇച്ചിരി ചെനച്ച മാങ്ങയാണ് ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ചെനച്ചതല്ല, വാടിയ മാങ്ങ. കുറച്ച് ദിവസം വാങ്ങിച്ച് വെച്ചത് കൊണ്ട് ഒന്ന് വാടിപ്പോയായിരുന്നു. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. ആദ്യം തന്നെ നല്ലെണ്ണയാണ് കേട്ടോ ഇതിനും ചേർക്കുന്നത്. നല്ലെണ്ണയിലേക്ക് നമുക്ക് കടുക്, ഉലുവ ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്യുക. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, കാരണം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ കായപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാൻ മറക്കരുത്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ക്യാരറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ക്യാരറ്റും അതിനകത്തിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊരു 4 മിനിറ്റോളം വേവിക്കുക. വേവിച്ചതിന് ശേഷം മാത്രമേ മാംഗോ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തീ അപ്പം തന്നെ അടച്ചു കൊടുക്കുക. മാങ്ങ ചേർത്താൽ പിന്നെ തീ കത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ അച്ചാർ. ഒപ്പം തന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. അപ്പം വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ. അതങ്ങനെ വെന്ത് പോകാൻ പാടില്ല, ഞെറിഞ്ഞിരിക്കണം.
ഒത്തിരി വെന്ത് പോയ ടേസ്റ്റ് ഇല്ല, ഒന്ന് വാടി വരികയേ ചെയ്യാവുള്ളൂ ക്യാരറ്റ്. അപ്പോൾ അതും ഒരു കണ്ടെയ്നറിലേക്കാക്കി നമുക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ടാണ് നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തത്. നമ്മൾ വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കുറേ ദിവസങ്ങൾ ഇരുന്നോളും കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റും ഈ അച്ചാർ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മളങ്ങനെ കുറേ ദിവസം വെക്കാൻ അനുവദിക്കുകയില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ച് തീർക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അച്ചാർ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പുറത്താണെങ്കിലും ഒരാഴ്ചയോളം ഒരു കേടുമില്ലാണ്ടിരുന്നോളും. അപ്പോൾ അതിൻ്റെ തലയും വാലും ഒക്കെ കളയാനായിട്ട് ഞാൻ മുള ഏൽപ്പിച്ചിരിക്കുകയാണ്. ക്ലീൻ ചെയ്യാത്ത ചെമ്മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കി അതിനുശേഷം കഴുകി വാരിയെടുത്ത് കുറച്ച് നേരം വെള്ളം തോരാൻ വെച്ചു. വെള്ളം തോരാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഊട്ടുവറ വറുത്തെടുക്കണം. അതായത് ഓട്ടുവറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ചുമ്മാ എണ്ണയൊന്നും ഒഴിക്കാതെ ഓട്ടുവറ വറുത്തെടുക്കുക. അപ്പം വറുത്ത് തന്നത് ചേട്ടായിയാണേ, അല്ലെങ്കിൽ കുറേ സമയം എടുത്തായിരുന്നു, കാരണം തലേന്നൊന്ന് കഴുകി വെക്കാൻ മറന്നു പോയതുകൊണ്ട് വെള്ളത്തോടു കൂടി വറുത്തെടുത്തപ്പോൾ കുറച്ച് സമയം എടുത്തു. അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് എരിവിന് ആവശ്യത്തിന് ഒരു 7 എടുത്തിട്ടുണ്ട് വറ്റൽമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഇത്രയും സംഭവം ഇട്ട് ഇതുപോലെ ഒത്തിരി ഡാർക്ക് കളറാവുന്നതിന് മുന്നേ വാങ്ങണം. ഒത്തിരി നമ്മൾ വറുത്തരച്ച കറികളൊക്കെ ആക്കുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിനോടൊപ്പം തന്നെ ഈ വറുത്തെടുത്ത ഈ ഒരു കൂട്ടും കൂടി അതിലേക്കിട്ട് ഒത്തിരി പൊടിഞ്ഞു പോവരുത്, ക്രഷ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഒന്ന് അങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. എൻ്റെ ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയി, ഇത്രയും പൊടി ഉണ്ടായിരുന്നു, പക്ഷേ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരാഴ്ചയോളം വയ്ക്കാവേ. 1.5 ആഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടില്ല ഇത്, അതിന് മുന്നേ തീർന്നു പോകുമായിരുന്നു. അതുകൊണ്ട് അതിൽ കൂടുതൽ വെച്ച് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ ദിവസം വെച്ച് പരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അടുത്ത ചമ്മന്തിപ്പൊടി സാധാ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നാദിറ എന്ന് പറഞ്ഞ ഒരാളെന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ആൾക്ക് വേണ്ടിയാണ്. ഒരുപാട് റെസിപ്പീസ് ഈ പറഞ്ഞതുപോലെ നമുക്ക് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ചമ്മന്തിപ്പൊടിയൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കി, കുക്കിംഗ് ചാനലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാക്കിയ റെസിപ്പീസ് ഉണ്ടെങ്കിൽ പോലും എന്നോടത് ചോദിക്കാൻ കാണിച്ച് ഞാൻ മനസ്സുണ്ടല്ലോ, അത് ഞാൻ കാണാതെ പോരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി പറയണത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ രീതിയിൽ ഉണ്ടാക്കുന്നത്. അതായത് ഒന്നുമില്ല, തേങ്ങ ആവശ്യത്തിന് എടുക്കുക, അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് മാത്രം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. അതായത് ഡാർക്ക് ബ്രൗൺ ആകുന്നതിന് മുന്നേ വാങ്ങണം. വാങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പുളി ഇച്ചിരി കൂടുതൽ ചേർക്കണമെന്ന് മാത്രം. ഉപ്പ് കൂടി പോകാൻ പാടില്ല, ആവശ്യത്തിന് ചേർക്കാവുള്ളൂ. പിന്നെ കൃത്യമായ ഒരളവൊന്നും ഞാൻ പറയില്ല, കാരണം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മുറി തേങ്ങയാണ്. അപ്പോൾ അതിനുള്ള പാകത്തിനുള്ളതാണ്. എരിവൊക്കെ പാകത്തിന് വറ്റൽമുളകൊക്കെ ചേർത്ത് റെഡിയാക്കുക കേട്ടോ. അടുത്തത് ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കത്തില്ല ഒരു ചമ്മന്തിപ്പൊടി, അതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വറ്റൽമുളക്, ഞാൻ എരിവുള്ള വറ്റൽമുളകാണ് 8-10 എടുത്തിരിക്കുന്നു, 7 എടുത്തിട്ടുണ്ട്. ഇനി നിറമൊക്കെ നല്ല നിറം വേണമെന്നുള്ളവർക്ക് ആ കൂട്ടത്തിൽ കാശ്മീരി മുളക് ഇല്ലേ, അത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, എരിവ് മാത്രമേ, എൻ്റെ കയ്യിൽ അതില്ല താനും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ആവശ്യത്തിന് എരിവിനുള്ള മുളക് നമ്മൾ ആദ്യം ഒന്ന് വറുത്ത് മാറ്റിയേക്കുക. കാരണം ഇതെല്ലാം പല വറവായതുകൊണ്ട് ആദ്യം മുളകൊന്ന് വറുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അതേ ചീനിച്ചട്ടിയിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ഉഴുന്ന്, അതിൻ്റെ ഒരു 1/4 കപ്പ്, 1/2 കപ്പോളം തന്നെ കടലപ്പരിപ്പ്, ഒപ്പം 1 സ്പൂൺ പച്ചരി, പിന്നെ കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരുക. നല്ല കടുകടാന്നിങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു പാകം വരെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ആകെ ചേർക്കേണ്ടതെന്ന് പറയാനുള്ളത് ഇച്ചിരി കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ ഒരു മുളക് പൊടി വറുത്ത് വെച്ചിരിക്കുന്ന ഈ മുളക് അതും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടണേ. അപ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് നമുക്ക് അന്നേരം മിക്സി പെട്ടെന്ന് ജാറ് തുറക്കുമ്പോൾ നമ്മൾ തുമ്മി ശരിയാകും. അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. തുറന്നാലും ഇച്ചിരി മാറിയൊക്കെ നിന്നിട്ട് വേണം തുറക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ തീരെ നൈസായിട്ട് പൊടിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ പൊടി നമുക്ക് പ്രശ്നമാകും.
അപ്പോൾ ഇങ്ങനെയുള്ള തൊടുകറികളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കറിയൊക്കെ ഒരു ദിവസം കുറവാണെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ദോശയ്ക്കാണെങ്കിലും സാമ്പാറും ചട്നിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമുക്കിതുപോലെ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ജോലിക്കൊക്കെ പോകുന്ന ദിവസം ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി, ഈ ചട്നിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൂട്ടി കഴിച്ചിട്ട് പോകാം. ദോശയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ ഈ റെസിപ്പികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ എന്നോട് റെസിപ്പി ചോദിച്ച നാദ്രയ്ക്ക് പ്രത്യേകം താങ്ക്സ് കേട്ടോ. ഒരുപാട് റെസിപ്പീസ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും എന്നോടത് ചോദിച്ചല്ലോ, ഒരുപാട് നന്ദി. ഇപ്പം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.